ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. പച്ചടി എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. അപ്പൊ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാ. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ സദ്യയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കറി, അത് നല്ല റെഡ് കളറുള്ള കറി. അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പലരും പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്താൽ മതി. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഇതുപോലുള്ള കറികൾക്കൊക്കെ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല അങ്ങനെ ചള്ള ബീട്രൂട്ട് നോക്കി എടുക്കാൻ നോക്കിക്കോളൂ. അധികം മൂത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറിക്ക് തീരെ കളർ ഉണ്ടാവില്ല. അപ്പോൾ നല്ല കളർ കിട്ടണമെങ്കിൽ ചള്ള ബീട്രൂട്ട് എടുക്കണം. അതിന് എപ്പോഴും ടേസ്റ്റും നല്ല കളറും കിട്ടുള്ളൂ കറിക്ക്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് അതേ സെയിം വലിപ്പത്തിലുള്ള ഒരു സവാള വേണം. എത്ര ബീട്രൂട്ട് എടുക്കുന്ന ആ സെയിം അളവിൽ സവാള എടുക്കാം. ഇനി നമുക്ക് ഈ പച്ചടിക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് നടുമുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നടുമുറിച്ചു. കണ്ടോ, നല്ല ചള്ള ബീട്രൂട്ടാണ്. നമുക്കിതുപോലെ ഗ്രേറ്റർ എടുത്തിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലുതിലാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെറുതിലായാലും കുഴപ്പമില്ലാത്ത ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ചിലവരിത് ചെറുതായിട്ട് കട്ട് ചെയ്യണവരുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഗ്രേറ്റ് ചെയ്യുന്നതാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ബീട്രൂട്ട് മുഴുവനും ഗ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓണിയൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഓണിയൻ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നല്ല ചെറുതാക്കൊന്നും വേണ്ട, ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് എടുത്ത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഓണിയനോട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ബീട്രൂട്ടും ഓണിയനൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം സവോള ഒരെണ്ണം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഓണിയൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മെമ്പേഴ്സിനനുസരിച്ച് കൂട്ടി കുറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തു. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഓണിയൻ എടുത്തു. ഇപ്പോൾ കുറച്ച് കറി മതിയെങ്കിൽ പകുതിയൊക്കെ എടുത്ത് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ ഓണിയനൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ആ ചെറുതായിട്ട് വാടി തുടങ്ങി അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഓണിയൻ നല്ലോണം വാടാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓണിയൻ്റെയും അതുപോലെ ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ പച്ചമണം കംപ്ലീറ്റ് മാറുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം കുക്കാവണത്, അതിൻ്റെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് മാറണം. കണ്ടില്ലിപ്പോൾ നല്ലോണം വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ആ സമയം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ശരിക്കും പച്ചടി എന്ന് പറയുമ്പോൾ കടുക് അരച്ചിട്ട് എല്ലാവരും വെക്കാറ്. ഇതിൽ നിങ്ങൾക്ക് കടുക് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം. പക്ഷെ ഞാൻ ഇതിൽ തൽക്കാലം കടുക് അരയ്ക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ, കടുക് അരച്ച് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കൊരു കനപ്പ് ഫീൽ ചെയ്തു. ശരിക്കും പച്ചടിക്ക് കടുക് വേണം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അരയ്ക്കാം. ഞാനവിടെ ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ അതിലേക്കൊരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. 1-2 പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നല്ല എരിവാണെങ്കിൽ 2 പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചടി മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ml 2 കപ്പ് തൈരിന് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 കപ്പ് ആഡ് ചെയ്തു, 2ാമത്തെ കപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തൈര് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള നല്ല കട്ട തൈര്, അതുപോലെ കട്ട തൈര് ആകുമ്പോഴും നല്ലോണം ബീറ്റ് ചെയ്ത് ആഡ് ചെയ്തോളൂ. കട്ടകളൊന്നും പാടില്ല. ഞാൻ നല്ലോണം ബീറ്റ് ചെയ്ത് 2 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കോക്കനട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും അതുപോലെ പച്ചമുളകും ചേർത്ത് മിക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചേർക്കാം. അപ്പോൾ ശരിക്കും പച്ചടി അതാണ് പച്ചടി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കറിക്ക് കടുക് ആഡ് ചെയ്യുന്നില്ല. ആവശ്യമുള്ളവർക്ക് അതും ഈ തേങ്ങ അരയ്ക്കുന്നത് കൂടി അരച്ചെടുക്കാം. 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്ക് അടുത്തായിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ബീട്രൂട്ടും ഓണിയനും കൂടി വാട്ടി വെച്ചിട്ടുണ്ടല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വാടിയിട്ടുണ്ട്. ആ പച്ചമണം കംപ്ലീറ്റ് മാറണം. അപ്പോൾ ഓണിയനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ബീട്രൂട്ട് ആയി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരും അതുപോലെ നമ്മളുടെ കോക്കനട്ടിൻ്റെ മിക്സും ബീട്രൂട്ടും ഓണിയനൊക്കെ നല്ലോണം ഇതിൽ മിക്സ് ആയി നല്ല റോസ് കളർ വരും, നല്ല പിങ്ക് വരും. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കളർ തോന്നില്ല, ചെറിയൊരു ലൈറ്റ് കളറേ വരുന്നുള്ളൂ.
അത് ഇരിക്കും തോറും കണ്ട നല്ല കളർ കൂടി കൂടി വരുന്നത്. അപ്പം നല്ല മൂത്ത ബീറ്റ്റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ നല്ല ചള്ള് നോക്കി എടുക്കാൻ പറയുന്നത്. നമുക്ക് അതിലേക്ക് കടുകൊന്ന് താളിച്ചിടണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിടുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ കുറച്ചധികം ആഡ് ചെയ്തോളൂ എപ്പോഴും. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. വറ്റൽമുളകിന് എണ്ണം നിങ്ങൾക്ക് പറഞ്ഞ പോലെ കൂട്ടിയും കുറച്ചും ഇരിക്കാൻ നല്ലൊരു വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തോ. അപ്പോൾ വറ്റൽമുളക് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേപ്പില, ഞാൻ ഇവിടെ ഒരു തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നല്ലോണം ഡാർക്ക് കളറാവും, മറ്റേ ഭാഗം കറക്റ്റ് ആവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ കടുക്ക് നല്ലോണം പൊട്ടി മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് നമ്മളുടെ നേരത്തെ തൈരിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മളെ തൈരിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ ചെയ്തോളോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അങ്ങനെ തന്നെ മൂടിയിരിക്കട്ടെ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളുടെ കറി നല്ല കളറായിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കാണാം നമുക്ക് ആ ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഇത്ര കളർ ഉണ്ടായില്ലല്ലോ. അത് ഇരിക്കും തോറും കറിയുടെ കളർ ഇങ്ങനെ കൂടി വരും. ഇപ്പോൾ കണ്ടില്ലേ നല്ല കളറായിട്ട് അടിപൊളിയായിട്ടുണ്ട് കറി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.